ഹലോ, ഞാൻ ധ്യാനത്തിന് വരണതിൻ്റെ തലേ ദിവസം ഞാൻ ഒരു അമ്മച്ചിയെ കണ്ട് ആ അമ്മച്ചിക്ക് ക്ഷമിക്കാൻ പറ്റാതെ അമ്മച്ചി സങ്കടപ്പെട്ടു. കാരണം അമ്മച്ചിക്ക് ഭയങ്കര ഒരു ശ്വാസം മുട്ടായിരുന്നു, നിൽക്കാനും വയ്യ ഇരിക്കാനും വയ്യ. ആ അമ്മച്ചി എപ്പോഴും ഇങ്ങനെ കവന്നിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും കിട്ടണം അമ്മയ്ക്ക് ചാരി ഇരിക്കാൻ. അങ്ങനെ ആ അമ്മച്ചിക്ക് വേണ്ടി ഞാൻ അവിടെ വീട്ടിൽ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ഇവിടെ വന്ന് ഞാൻ ആ ധ്യാനം തുടങ്ങണേൻ്റെ അന്ന് ജോമാല തുടങ്ങിയപ്പം 10 നന്മ നിറഞ്ഞ പറയും അമ്മച്ചിക്ക് പറഞ്ഞ് ക്ഷമിക്കാനുള്ള കൃപയും ആത്മാവിനെ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് മരിക്കും മുമ്പേ നല്ല ക്ഷമിക്കാൻ കൃപയും നല്ല മരണവും കൊടുക്കണേന്ന് ആ അമ്മച്ചി ആ പ്രാർത്ഥിച്ച് തീർന്നതും ഞാനൊരു ദർശനം കണ്ട്. അമ്മച്ചിയുടെ വലത് കൈയുടെ ഭാഗത്ത് മറിഞ്ഞ് കിടക്കുന്നതായിട്ട് ഞാൻ കണ്ട്. അത് കഴിഞ്ഞ് ഇന്നലെ അച്ഛൻ ഇവിടെ കുർബാന ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ കോഴിത്തൂവൽ പോലെയുള്ള മെത്ത പോലെ ഇവിടെ ഉണ്ടാക്കി അത് കിടക്കുന്നതായിട്ട് കണ്ട്. ഞാൻ ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് എനിക്ക് ജ്ഞാനം തരണേ എന്ന് പറഞ്ഞപ്പം ഒരു കൈ വന്ന് എൻ്റെ ദിരസിൽ വയ്ക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമായിട്ട് കണ്ട്. പിന്നെ സ്വന്തം അഭിഷേകം കിട്ടി. പിന്നെ എൻ്റെ മുമ്പേ ഇരുന്ന ഈ ചെവനിയുടെ ഇരുന്ന ഒരു സ്ത്രീയുടെ ഇടത് കൈ പിടിച്ച് ഉയർത്തുന്നതായിട്ട് കണ്ട്. പിന്നെ ഇപ്പം ഞാൻ ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ചോറ് എന്നിട്ട് ഇവിടെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനൊന്ന് ഉറങ്ങിപ്പോയി, ഒരു മയക്കം പോലെ. അപ്പോൾ ഞാൻ കാണുന്ന ഇവിടെ മുഴുവനും 10-17 വയസ്സായ കുഞ്ഞുങ്ങൾ അവർ വന്ന് നല്ല കിരീടങ്ങളും വെച്ച്, കിരീടങ്ങളൊക്കെ ഇത്ര നീട്ടമുണ്ട്, സ്വർണ്ണ കിരീടങ്ങളും വെച്ച് എല്ലാ വരിയിലും നിറഞ്ഞു നിന്ന് നൃത്തം ചെയ്യുന്നതാണ് ഞാൻ കണ്ടത്. ഞാൻ ഇങ്ങനെ തിരിഞ്ഞു നോക്കി, ആണുങ്ങളെ സൈഡും പെണ്ണുങ്ങളെ സൈഡും നിറഞ്ഞു നിന്ന് നൃത്തം ചെയ്യുന്നുണ്ട്. അവരെ വസ്ത്രങ്ങളെല്ലാം താഴെ വരെ കിടപ്പുണ്ട്, നല്ല സ്വർണം പോലെ തിളങ്ങുന്നുണ്ട്. എല്ലാവരും വരിയാ നിന്ന് നൃത്തം ചെയ്യുന്നുണ്ട്. ഈശോയെ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം. സിസ്റ്റർമാർ